ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റെഡിയായി ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഇപ്പോൾ ഞാനൊരു പകുതി ഒരുക്കത്തിലൊക്കെ കേട്ടോ നിൽക്കുന്നത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, കമ്മലിടണം, വാച്ചിടണം, ബാഗ് റെഡിയാക്കണം, അങ്ങനെ പിന്നെ ജോലിക്ക് പോകാനുള്ള ഏകദേശം ഒരു പകുതി ഒരുക്കത്തിലായിട്ടോ. അപ്പോൾ ഞാൻ കമ്മലിടുക. ഈ കമ്മലിപ്പോൾ എൻ്റെ കാലിൽ നിന്ന് മാറാൻ നേരമില്ല. മുത്തനിക്ക് മേടിച്ചു തന്നതായതുകൊണ്ടാണോ അതോ പുതിയത് കിട്ടിയതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ എന്താണേലും ഞാൻ എൻ്റെ കാലിൽ നിന്ന് അങ്ങനെ മാറ്റാറില്ല. ഏത് ഡ്രസ്സ് ഇട്ടാലും എവിടെ പോയാലും ഇപ്പോൾ ഇത് തന്നെ ശരണം. എന്താണേലും കമ്മലൊക്കെ ഇട്ട് കുറച്ച് കൊക്കറിയൊക്കെ കാണിച്ച് ഞാൻ വാച്ചിട്ടാനുള്ള പരിപാടിയില്ല. വാച്ചിന് ചാർജില്ലെങ്കിൽ എന്നാ, വാച്ച് മസ്റ്റാണ്. വാച്ചില്ലാണ്ട് ഒരു ദിവസം നിൽക്കില്ല. എന്നാൽ ഇതിന് സമയം നോക്കുമോ, അതും ഇല്ല. എന്നാണേലും ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വാച്ച് എടുക്കുന്നത് അത്യാവശ്യം ഒരു ഗുമ്മല്ലേ, കാണാൻ കൊള്ളല്ലേ, കുഴപ്പമില്ലല്ലേ. എന്നാണ്ടും കിടക്കട്ടെ. പിന്നെ നേരെ എൻ്റെ സീക്രട്ട് ഏരിയയില്ല കേട്ടോ. ഞാൻ കിടക്കുന്നതിന് തൊട്ട് സൈഡായിട്ട് ഞാൻ എൻ്റെ ഡയറിയും ഒരു മാതാവിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ അവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാറ്. ഉറക്കത്തിൽ കിടക്കുന്ന കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളല്ല, എൻ്റെ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാനിങ്ങനെ പുതപ്പിനടിയിൽ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പറയും കേട്ടോ. അതിന് ഭയങ്കര സന്തോഷം. എനിക്ക് അന്നത്തേക്ക് മനസ്സമാധാനം കിട്ടി. എന്തെങ്കിലും സങ്കടമോ പ്രഷറോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നത്, എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത്. ദൈവം ഇതിപ്പോൾ ഒരു ഭക്തിമാർഗത്തിലേക്ക് പോകണം. എന്തുമാകട്ടെ. അപ്പം എനിക്കെന്നും അവിടെ പോയെന്നല്ല, അവിടെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് പോയില്ലെങ്കിൽ എനിക്ക് എന്തോ മനസ്സമാധാനം ഇല്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ധിക്കരിക്കാനുള്ള ഇതിലേക്ക്. അപ്പം പകുതി ഒരുക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കഴിച്ച് നേരെ ഇറങ്ങി പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇന്ന് രാവിലെ വെള്ളയപ്പവും കടലക്കറിയും ചായയും കുടിച്ചേട്ടോ. ചായ നല്ല പച്ചവെള്ളം പോലിരിക്കുന്നതായിട്ടാണ് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചത്. ഇനി അത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാണ്ടിരിക്കുക. അതുകൊണ്ട് ഒറ്റ വലിക്ക് തന്നെ അങ്ങ് കുടിച്ചേക്കാന്ന് വെച്ച്. എന്നാ ചെയ്യാനാണ്, രാവിലെ എണീറ്റ് ഓരോരോ തിരക്കുകൾ കാരണം ഇതൊന്നും കഴിക്കാനും കുടിക്കാനും സമയത്ത് പറ്റുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങ് നടക്കണില്ല. എന്നാണെങ്കിൽ നമുക്കിനി മുന്നോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ, എല്ലാം റെഡിയാക്കണം. പിന്നെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടെങ്കിലും സംഭവം തന്നെയാണ് നല്ല തണുത്തായിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോക്കകത്ത് എക്സ്പ്രഷൻ ഇടണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ. അപ്പോഴത്തെ എക്സ്പ്രഷനൊക്കെ ഇട്ട് നമ്മൾ കിട്ടിയതും കൊണ്ട് കഴിച്ച് റെഡിയാകുമായിരുന്നു. പിന്നെ അമ്മ പോകാൻ നേരം കുമ്പിൾ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞെടുപ്പിച്ച, വേറെ ഒന്നുമല്ല. എനിക്ക് കുമ്പിൾ തലേന്നുണ്ടാക്കിയ കുമ്പിളാണ്. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നല്ല കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ജോലിക്ക് കൊണ്ടുപോയിട്ട് ഇടയ്ക്കിങ്ങനെ ഒന്നും രണ്ടൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പിൾ. അപ്പോൾ പിന്നെ തണുപ്പിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഈ കുമ്പിൾ. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത് കല്ല് പോലെ ഇരിക്കണം, എന്നിട്ട് അത് കടിച്ചിരിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ ഭക്ഷണയിലയുടെ ഇലയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടെ അങ്ങോട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇറങ്ങും. എന്നാ ടേസ്റ്റാണ്. തന്നെ കൊതി വരുന്നത്. അതിനാണെങ്കിലും സംഭവം കൂടി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ചുറ്റും പാത്രം, വെള്ളം, സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിലോട്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ നടപ്പ് കിടക്കുന്നത്. എന്നിട്ട് നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. അച്ഛൻ വണ്ടി എടുക്കുന്ന സമയത്ത് അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തരുക. അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് ഭയങ്കര കട്ട സപ്പോർട്ടൊക്കെ, കവി ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അയ്യമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും നേരെ ജോലിക്ക് പോയി കേട്ടോ.